Hello everyone. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഫോർത്ത് ചാപ്റ്ററാണ് മെറ്റേണൽ ആൻഡ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി. ഈ മെറ്റേണൽ ആൻഡ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി പഠിക്കുന്നതിന് മുന്നേ നമുക്ക് മോർട്ടാലിറ്റി എന്താണെന്ന് അറിയണം. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് ഡെത്ത് ഇൻ എ പോപ്പുലേഷൻ. ഇറ്റ്സ് എ പെർസെൻറ്റേജ് ഓഫ് ഡെത്ത് ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ ഇത്ര 100-ൽ ഇത്ര ആൾക്കാർ മരിച്ചു എന്നറിയുന്നതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിന് മുന്നേ ഡെത്ത് എന്താണെന്ന് അറിയണം. Death ഒരു definition ഉണ്ട് that we have to by heart. Death is the permanent disappearance of all evidence of life at any time after birth has taken place, that is post-nasal cessation of vital functions without capacity of resuscitation. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനൻറ്റ് ലൈഫ് എവിഡൻസ് ഓഫ് ലൈഫ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ എന്താ ലൈഫ് ഉണ്ടെന്നുള്ളത് അറിയാതിരിക്കുക. പക്ഷേ ബി പി ഇല്ല, നമ്മൾ പ്യൂപ്പിൾസ് ഡയലേറ്റഡ് ആയിട്ടിരിക്കും, നമ്മുടെ സ്കിന്നിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ല. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ വൈറ്റൽ ഫങ്ഷൻസ്, ഇതൊക്കെ നമ്മുടെ വൈറ്റൽ ഫങ്ഷൻസ് ആണ്. ഓർഗൻസ് എല്ലാം നിർത്തും ജോലി. അതുകൊണ്ടാണ് നമുക്ക് ഹാർട്ട് ബീറ്റ് ഒന്നും കിട്ടാത്തത്. ഹാർട്ട് ബീറ്റ് കിട്ടില്ല, പൾസ് കിട്ടില്ല, ബി പി കിട്ടില്ല, ആൾക്ക് ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല, നമ്മൾ പ്രിക്ക് ചെയ്താൽ പോലും അറിയില്ല. ദിസ് സെസേഷൻ ഓഫ് വൈറ്റൽ ഫങ്ഷൻസ്, അതാണ് ഡെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇറ്റ്സ് എ പെർമനൻറ്റ് ഡിസപ്പിയറൻസ് ഓഫ് ഓൾ എവിഡൻസ് ഓഫ് ലൈഫ്. നെക്സ്റ്റ് മോർട്ടാലിറ്റി. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു നല്ലൊരു ഡെഫിനേഷനാണ് ഈ ഡെത്തിനെ കുറിച്ചിട്ടുള്ള ഡെഫിനേഷൻ. പിന്നെ പറയാവുന്നത് ഈ ദിസ് ഡെഫിനേഷൻ ഹവർ പോസ്റ്റ്ലേസ് ദാറ്റ് ഡെത്ത് ക്യാൻ ഓക്കർ ഓൺലി ആഫ്റ്റർ ലൈവ് ബർത്ത്. ജനിച്ചു കഴിഞ്ഞാലേ മരണം സംഭവിക്കില്ല. അപ്പോൾ ലൈവ് ബർത്ത് എന്താണെന്ന് ആദ്യം അറിയണം. എന്താണ് ലൈവ് ബർത്ത്? അതിനെക്കുറിച്ചിട്ടും നല്ല ഒരു ഡെഫിനേഷൻ ഉണ്ട്, യുണൈറ്റഡ് നേഷൻസ് തന്നതുണ്ട്. ലൈവ് ബർത്ത് ഇസ് ദ കംപ്ലീറ്റ് എക്സ്പെൽഷൻ ഫ്രം ഇറ്റ്സ് മദർ ഓഫ് എ പ്രോഡക്റ്റ് ഓഫ് കൺസെപ്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡ്യൂറേഷൻ of pregnancy, which after such separation breeds or shows any other evidence of life, such as beating of heart, pulsation of umbilical cord, or definite movement of voluntary muscles, whether or not the umbilical cord has been cut or placenta is attached. Each product of such birth is considered as live born. ഇത് പ്രോപ്പർലി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇതാണ് ലൈവ് ബർത്തിൻ്റെ ഡെഫിനേഷൻ. ലൈവ് ബർത്തിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നിന്ന്, അമ്മയുടെ ബോഡിയിൽ നിന്ന് നമ്മളുടെ സെപ്പറേഷൻ സംഭവിച്ചു. ആ സെപ്പറേഷൻ സംഭവിച്ചാലും നമുക്ക് അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്താലും ഹാർട്ട് ബീറ്റ് ഉണ്ട്, അംബ്ലിക്കൽ കോഡിൽ പൾസേഷൻ ഉണ്ട്, വോളണ്ടറി മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ലൈവ് ബർത്ത്, ജനിച്ചത് കുട്ടി എന്താണ് പ്രോപ്പർ ആയിട്ട് ആരോഗ്യവാനായിട്ടിരിക്കണമല്ല, ജീവനുണ്ട് എന്നറിയുന്നത് ഈ ഒരു പ്രോസസ്സിലാണ്. ഇനി ഈ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡേറ്റാസ് വേണം അല്ലേ. എത്ര പേര് മരിച്ചു എന്നറിയണമെങ്കിൽ നമുക്കൊരു ഡേറ്റ കളക്ട് ചെയ്യാനൊരു വഴി വേണം. അതിന് പലതരമുണ്ട്. ഒരു 3 തരത്തിലുണ്ട്. വൈറ്റൽ രജിസ്ട്രേഷൻ, പിന്നെ വരുന്നത് നാഷണൽ സാമ്പിൾ സർവേ, പിന്നെ പിന്നെ സാമ്പിൾ രജിസ്ട്രേഷൻ സ്കീം ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ്. പല ഇൻഡയറക്റ്റ് മെത്തേഡ്സ്, അങ്ങനെ 4 മെത്തേഡ്സ് ഉണ്ട്. ജസ്റ്റ് യു ഹാവ് ടു നോ വാട്ട് ആർ ദീസ് മെത്തേഡ്സ്. അപ്പോൾ അതിൽ വൈറ്റൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1886 മുതൽ ഇന്ത്യയിലുണ്ടായിരുന്നതാണ്. അത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയാണ് അതിൻ്റെ ഫങ്ഷൻസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദ സെയിം സോഴ്സ് ഓഫ് പ്രൊവൈഡ്സ് ഡേറ്റ ഫോർ അണ്ടർ രജിസ്ട്രേഷൻ ഓഫ് ഡെത്ത്സ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. പല സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യയിലെ കാര്യങ്ങളും ഈ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അതിൽ തന്നെയാണ് വരുന്നത്. അത് കാരണം ഇത് നമുക്ക് റിലയബിൾ ആയിട്ട് മോർട്ടാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇതൊക്കെ അറിയണതിന് മുന്നേ നമുക്ക് ഡെമോഗ്രഫി എന്താണെന്ന് അറിയണം. ഡെമോഗ്രഫിക്ക് ഒരു ഡെഫിനേഷൻ ഉണ്ട്. ഡെമോഗ്രഫി ഇസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഇറ്റ്സ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ, ഇറ്റ്സ് സൈസ്, കോമ്പോസിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ദ സ്പേസ്. ഇതിന് ബിഗ് 3 ബ്രാഞ്ചസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ബർത്ത്, ഡെത്ത്, ബിഗ് 3 ബ്രാഞ്ചസ്. അപ്പോൾ ബർത്ത്, ഡെത്ത് ആൻഡ് മൈഗ്രേഷൻ, ഇങ്ങനെ 3 ഇതാണ് ആസ്പെക്ട്സ് ആണ് ഈ ഡെമോഗ്രഫിക്കുള്ളത്. ഡെമോഗ്രഫി ഇസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ, സൈസ്, കോമ്പോസിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് സ്പേസ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഡെമോഗ്രഫി എന്താണെന്നുള്ളത്. അപ്പോൾ ഡെമോഗ്രഫി കൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന, സ്റ്റഡിയുടെ ഉള്ളിൽ വരുന്നതാണ് ഈ പറയുന്ന മോർട്ടാലിറ്റി റേറ്റും. മോബിഡിറ്റി എന്ന് പറഞ്ഞാൽ ഡിസീസ് റേറ്റ് ആണ്. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഡെത്ത് റേറ്റ് ആണ്. ഡെത്തിനെ കുറിച്ചിട്ട് പഠിക്കുന്ന റേറ്റ്, മനസ്സിലായല്ലോ, അതാണ് പറയുന്നത്. ഡെമോഗ്രഫി. പിന്നെ വേറെ വൈറ്റൽ രജിസ്ട്രേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് നാഷണൽ സാമ്പിൾ സർവേ ആണ്. നാഷണൽ സാമ്പിൾ സർവേ ഈസ് അനദർ way of collecting data. അത്
പല ടോപ്പിക്കിനെ കുറിച്ചിട്ടും അത് കളക്ട് ചെയ്യാം. ഒക്ടോബർ 1953 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. 1953 നാഷണൽ സാമ്പിൾ സർവേ. അത് കുറച്ചും കൂടി കുറച്ചും കൂടി നന്നായിട്ട് ഡേറ്റ കളക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും മറ്റ് ഇതിനേക്കാളും. നേരത്തെ പറഞ്ഞ് വൈറ്റൽ രജിസ്ട്രേഷനേക്കാളും നന്നായിട്ട് ഇത് ഡേറ്റ കളക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബട്ട് ഇറ്റ് ഓൾസോ സഫേഴ്സ് ഫ്രം സർട്ടൻ ലിമിറ്റേഷൻ. അതിന് സർട്ടൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് റീകോൾ ലാപ്സ് ആണ്, പിന്നെ മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവൻറ്റ്സ് ഡ്യൂ ടു മിക്സിംഗ് ഓഫ് റെഫറൻസ് പീരീഡ്. അപ്പോൾ ഇത് തിരിച്ച് ഈ റീകോൾ ഇതിൻ്റെ സർട്ടൻ ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് അത്ര കാര്യമായിട്ട് പഠിക്കാനില്ല. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. റീകോൾ ലാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ഇതിനെക്കുറിച്ചിട്ട് തിരിച്ച് പ്രോപ്പറായിട്ടുള്ള ഡേറ്റകൾ കളക്ട് ചെയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. പ്രോപ്പറായിട്ട് അത് റെക്കോർഡ് ചെയ്തതിൻ്റെ കറക്റ്റ് ആവാതിരിക്കുക, അതാണ് റീകോൾ ലാപ്സ് എന്ന് പറയുന്നത്. മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവൻറ്റ്സ് ഡ്യൂ ടു മിക്സിംഗ് ഓഫ് റെഫറൻസ് പോയിന്റ് എന്ന് വെച്ചാൽ പലതിൻ്റെ റെഫറൻസ് പോയിന്റ്സ് പലതും ആയതുകൊണ്ട് അതിൻ്റേതായതുകൊണ്ട് തെറ്റായിട്ടുള്ള ഓരോ ഇത് വരും. മോർട്ടാലിറ്റി റേറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമുക്കറിയാം. ഇനി അത് 3 തരത്തിലുണ്ട്. അത് പെരിനേറ്റൽ മോർട്ടാലിറ്റി, നിയോനേറ്റൽ മോർട്ടാലിറ്റി ആൻഡ് പോസ്റ്റ് നേറ്റൽ മോർട്ടാലിറ്റി. അതിൽ പെരിനേറ്റൽ മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ വിത്തിൻ 1 വീക്ക് ഡെത്ത് സംഭവിക്കുകയാണ് ഈ പെരിനേറ്റൽ മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. നിയോനേറ്റൽ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 28 ഡേയ്സ് ഡെത്ത് സംഭവിക്കുകയാണ് ഈ നിയോനേറ്റൽ മോർട്ടാലിറ്റി എന്ന് പറയും. പോസ്റ്റ് നേറ്റൽ മോർട്ടാലിറ്റി എന്ന് പറയുന്നത് 29 ഡേയ്സ് ടു 1 ഇയർ ആ ഒരു ടൈമിൽ കാലയളവിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് നേറ്റൽ മോർട്ടാലിറ്റി എന്ന് പറയും. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയാണ്. അതിൽ വരുന്ന ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഏറ്റവും മേജർ വൺ ജനറ്റിക് ആണ്. നെക്സ്റ്റ് പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും വരുന്നു. അതിനെക്കുറിച്ച് നമുക്കൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റിൽ നല്ലപോലെ തന്നിട്ടുണ്ട്. ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത് അമ്മയുടെ ഏജ് കൂടുതലാണെങ്കിൽ ഡെത്ത് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വളരെ ചെറുതാണെങ്കിലും ഡെത്ത് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഒരു ഫെർട്ടിലിറ്റി പീരീഡിലെ ഏറ്റവും നല്ല പീരീഡ് ഓഫ് കൺസീവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 21 to 25, 26 ആണ് പൊതുവേ പറയാം. അതിന് കുറേ ഇപ്പോൾ 14, 15 താഴേക്ക് വരികയാണെങ്കിൽ റിസ്ക് ഓഫ് ഇൻഫൻറ്റ് ഡെത്ത് ഉണ്ടാവും. അതേപോലെ 40 മുകളിൽ വരികയാണെങ്കിലും ഇൻഫൻറ്റ് ഡെത്ത് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഏറ്റവും നല്ല ഫെർട്ടൈൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ കൺസീവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല പീരീഡ് എന്ന് വെച്ചാൽ 21 to 26, ഏകദേശം ആ ഒരു റേഞ്ചിലാണ് പറയുക. പിന്നെ ഓർഡർ ഓഫ് ബർത്ത്, ഇപ്പോൾ അമ്മയ്ക്ക് 3, 4, 5 കഴിഞ്ഞ് ഉണ്ടാകുന്ന കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ഓർഡർ ഓഫ് ബർത്തിൽ ഏറ്റവും ലാസ്റ്റൊക്കെ വരുമ്പോൾ 2, 3, 4 ഒക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ ദർ ഇസ് ചാൻസ് ഓഫ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി. അതേപോലെ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ദ ബർത്ത്, ഇപ്പം ആദ്യത്തെ ബർത്ത് കഴിഞ്ഞ് 1 വയസ്സ്, മറ്റേ കുട്ടിക്ക് 1 വയസ്സ് 1.5 വയസ്സ് ആവണതിന് മുന്നേ അടുത്ത കുട്ടികളുണ്ടാവുക. അങ്ങനെ കുട്ടികൾ പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഇതേപോലെ ഡെത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അമ്മയ്ക്ക് പ്രോപ്പർ ന്യൂട്രീഷൻ കുട്ടിക്ക് കൊടുക്കാൻ കഴിയാതെ വരും. അങ്ങനെ വരുമ്പോൾ ഡെത്ത് വരാനുള്ള ചാൻസാണ്. ദീസ് മേ ബി ക്ലാസിഫൈഡ് ഇൻറ്റു, ഇതിനെ എൻഡോജീനിയസ് ഫാക്ടേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ എൻഡോജീനിയസ് ഫാക്ടേഴ്സ് ആർ ബയോളജിക്കൽ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഫീറ്റസ് ഇൻ ദ വൂംബ്. ഇപ്പം ഈ ഓരോ ഫാക്ടേഴ്സ് കാരണം കുട്ടി ഉള്ളിൽ നമ്മളുടെ ബോഡിയിൽ അല്ലെങ്കിൽ അമ്മയുടെ ബോഡിയിൽ ഉണ്ടാവുമ്പോൾ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മളുടെ എൻഡോജീനസ് ഫാക്ടേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ദീസ് ഇൻക്ലൂഡ് ബിസൈഡ്സ് ഫാക്ടേഴ്സ് മെൻഷൻഡ് എബോ. ഇതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഏജ് ഓഫ് മദർ, ഓർഡർ ഓഫ് ബർത്ത് ആൻഡ് ടൈം ഇൻ്റർവൽസ് ബിറ്റ്വീൻ ബർത്ത്, എഗെയിൻ വെയിറ്റ് അറ്റ് ബർത്ത്, മൾട്ടിപ്പിൾ ബർത്ത് ഓഫ് പ്രിമച്ചുർ ബർത്തും ഇതിൻ്റെ കൂടെ തന്നെ വരും എൻഡോജീനസ് ഫാക്ടേഴ്സിനുള്ളിൽ. അപ്പോൾ 5 ഫാക്ടേഴ്സാണ് ഓർത്ത് വയ്ക്കുക. It has been observed that fetal and neonatal mortality rates are higher at a younger age. അതെ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി ഡിസ്കസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ് ഔട്ട്. ദെൻ നെക്സ്റ്റ് എൻവയോൺമെൻറ്റൽ എക്സോജീനസ് ഫാക്ടേഴ്സ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ബയോളജിക്കൽ ഫാക്ടേഴ്സോ എൻഡോജീനസ് ഫാക്ടേഴ്സ്, നെക്സ്റ്റ് എൻവയോൺമെൻറ്റൽ എക്സോജീനസ് ഫാക്ടേഴ്സ്. അതിൽ പിന്നെ സോഷ്യൽ, കൾച്ചറൽ, ഇക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഓക്കെ, അതിൽ ഹൈ മോർട്ടാലിറ്റി, ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് മെഡിസിൻ ഒരു മെയിൻ ഫാക്ടറാണ്, പ്രത്യേകിച്ച് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ. പോസ്റ്റ് നിയോനേറ്റൽ ഡെത്ത്സ് ആർ ഡ്യൂ ടു കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഡൈജസ്റ്റീവ് ട്രാക്ട് ഡിസീസ്, റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള ഡയറിയ, ന്യൂമോണിയ, അങ്ങനെ ഡയറിയ, റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന ന്യൂമോണിയ, പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഡയറിയ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ യൂഷ്വലി കൊണ്ട് നമുക്ക് ഡെത്ത് സംഭവിക്കാം.
പിന്നെ ആഡ്വേഴ്സ് എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ ഇൻസാനിറ്റേഷൻ, പിന്നെ ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് സൺറൈസ് ഇൻഫ്ലഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇക്കണോമിക്കലി നമ്മൾ ബാക്ക്വേർഡ് ആണെങ്കിൽ അങ്ങനെ ഉള്ള എന്താ പറയുക ക്രൗഡഡ് ആയിട്ട് താമസിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളിലെ ഡെത്ത് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എമംഗ് ദ എൻവയോൺമെൻറ്റൽ കോസസ് അത് സോഷ്യോ ഇല്ലിജിറ്റിമസി. നെക്സ്റ്റ് തന്നെ ഇല്ലിജിറ്റിമസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഈ മാരീഡ് ആവണതിന് മുന്നേ കുട്ടികളെ കൺസീവ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ റേപ്പിൻ്റെ ഇതായിട്ട് വരുന്ന കുട്ടികൾ അങ്ങനെ വരുമ്പോൾ ആ കുട്ടികളിൽ സോഷ്യോ ഇക്കണോമിക് ഫാക്ടേഴ്സിൽ ഇവർക്ക് ചാൻസ് ഓഫ് ഡെത്ത് കൂടുതലാണ് പല കാരണങ്ങളും കൊണ്ട്. നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് ഡിസീസ് സംതിങ്, അല്ലാണ്ട് തന്നെ സോഷ്യലി അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം എന്തെങ്കിലും ചെയ്ത് അവർ അബോർട്ട് ചെയ്യാൻ അബോർട്ടല്ല പുറത്തേക്ക് വന്നാലും എന്തെങ്കിലും ചെയ്ത് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഡെത്ത് മനഃപൂർവ്വം ഡെത്ത് കോസ് ചെയ്യുക, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ 2 കാര്യങ്ങളും ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ 4th ചാപ്റ്റർ ഇതോടെ നമ്മൾ നിർത്തുകയാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഒരു മെയിൻ കാര്യം മറ്റേണൽ ആൻഡ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിനെ കുറിച്ചിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിലൊന്നും പറയുന്നില്ല. സോ ഐ എം ഗോയിങ് ടു ജസ്റ്റ് ഗിവ് യു എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് മാറ്റേണൽ മോർട്ടാലിറ്റിയെ കുറിച്ച് പറയാം. ഹു ഒരു നല്ല ഡെഫിനേഷൻ തന്നിട്ടുണ്ട് മാറ്റേണൽ മോർട്ടാലിറ്റിയെ കുറിച്ച്. ഡെത്ത് ഓഫ് എ വുമൺ വൈൽ pregnant or within 42 days of termination of pregnancy, irrespective of the duration and site of pregnancy, from any cause related to or aggravated by the pregnancy or its management, but not from accident or incidental causes. ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ കോസസ് ആണ്. മറ്റേണൽ മോർട്ടാലിറ്റിയുടെ കോസസ് അമ്മയിൽ ഡെത്ത് സംഭവിക്കുന്നതിനാണ് മറ്റേണൽ മോർട്ടാലിറ്റി. അത് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോൾ ഉള്ള ഡെത്ത്. വേറെ കുഴപ്പങ്ങളും കൊണ്ട് ആക്സിഡൻറ്റോ ഇൻസിഡൻ്റൽ ഡെത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. പക്ഷേ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കാരണം 42 വിത്തിൻ 42 days ഓഫ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി കഴിഞ്ഞ് 42 ദിവസത്തിനുള്ളിൽ അമ്മയ്ക്ക് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അതാണ് പ്രത്യേകിച്ച് മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ കോസസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ സിവിയർ ബ്ലീഡിങ് കാരണമായിരിക്കും. കുട്ടിയുടെ ബർത്ത് കഴിയുമ്പോൾ സിവിയർ ബ്ലീഡിങ് കാരണം ഡെത്ത് സംഭവിക്കാം, ലീഡിങ് ടു ഇൻഫെക്ഷൻസ്. പിന്നെ ഇൻക്രീസ്ഡ് BP കാരണം, BP കൂടുതലായതുകൊണ്ട്, അല്ലെങ്കിൽ അൺസേഫ് അബോർഷൻ സംഭവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ പറയുന്ന കോംപ്ലിക്കേഷൻസ് ആഫ്റ്റർ ഡെലിവറി, വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ആഫ്റ്റർ ഡെലിവറി, ഇതും കൂടി എഴുതി വയ്ക്കുക കോസസ്. പിന്നെ പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് ഓക്കെ, വേറെ ഇത്രയാണ് നമ്മൾ മെയിൻലി പറയേണ്ടത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിൽ വേണമെങ്കിൽ കുറച്ച് കാര്യം കൂടി ആഡ് ചെയ്യാം. ബയോളജിക്കൽ ഫാക്ടേഴ്സിലെ ഇൻഫെക്ഷൻസ്, പ്രീമച്യൂർ ബർത്ത്, കോംപ്ലിക്കേഷൻ ഡ്യൂറിങ് ഡെലിവറി, പെരിനേറ്റൽ ആസ്ഫിക്സിയ, ബർത്ത് ഇഞ്ചുറീസ് ഒക്കെ വരാം. മെഡിക്കൽ കോസസിൽ വരുന്നത് ലോ ബർത്ത് വെയ്റ്റ്, സഡൻ ഡെത്ത്,